ഇന്ത്യയുടെ തിരിച്ചടികൾ പാകിസ്ഥാൻ ഭയപ്പെട്ടു തുടങ്ങി. അതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യ ഉടൻ ആക്രമിക്കുമെന്ന് വിവരം കിട്ടിയതായി ഇൻഫർമേഷൻ മന്ത്രി അത്തദുള്ള തരാർ പ്രതികരിച്ചു. അടുത്ത 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് ഇന്ത്യൻ സൈനിക ആക്രമണം നടത്തും. വിശ്വസനീയമായ തെളിവുകൾ കൈവശമുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. പാകിസ്ഥാൻ തന്നെ തീവ്രവാദത്തിന്റെ ഇരയാണെന്നും അത്തരം ആക്രമണങ്ങളെയും അപലപിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ പ്രതികരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്നത് അടിസ്ഥാനരഹിതമാണ്. ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രമെന്ന നിലയിൽ സത്യം കണ്ടെത്താൻ നിഷ്പക്ഷ വിദഗ്ധരുടെ അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ നടത്തുന്ന ഏതൊരു സൈനിക നടപടിക്കും പാകിസ്ഥാൻ മറുപടി നൽകുമെന്നും പ്രതികരണം. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാണ്. നിരവധി തവണയാണ് നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത്. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രംഗത്തുവന്നു. ഇന്ത്യക്കാരും പാകിസ്ഥാനും ഇടയിൽ ഉടലെടുത്ത സംഘർഷ സാധ്യതയിൽ UN ആശങ്ക അറിയിച്ചിട്ടുണ്ട്. സംഘർഷം ഒഴിവാക്കണമെന്നും ഇരു രാഷ്ട്രങ്ങളോടും ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു. ഏത് തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാനും UN ഒരുക്കമാണെന്നും അറിയിച്ചിട്ടുണ്ട്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും ഇന്ത്യ പാക് അതിർത്തികളിൽ വർദ്ധിച്ചുവരുന്ന ആശങ്ക അവസാനിപ്പിക്കണമെന്നും UN ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.